ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 4:30 ആയപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം പോയിട്ട് കുളിക്കുകയാണ് കേട്ടോ ചെയ്തത്. കുളിച്ച് വന്നിട്ട് ഇതാ വിളക്ക് വെച്ചു. പിന്നെ അതാ ചന്ദനമൊക്കെ അരച്ചിട്ടിട്ട് പിന്നെ നേരെ അടുക്കളയിൽ കയറുകയാണ്. ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കാവിൽ ചൊവ്വായ പറയും കേട്ടോ. നമ്മുടെ തുലാമാസം 12-ാം തീയതി കഴിഞ്ഞിട്ട് വരുന്ന 2 ചൊവ്വാഴ്ചകളിൽ ഭഗവതിക്ക് നമ്മൾ പായസം വയ്ക്കും, എന്നിട്ട് നേദിക്കും കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോൾക്ക് ട്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവൾക്കുള്ള ചോറ് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം തന്നെ തീ കത്തിച്ച് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ചൂടായപ്പോൾ വേഗം അരിയിട്ടു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ചുക്ക് വെള്ളത്തിനുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്പലത്തേക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ഞാൻ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിറകും പാത്രങ്ങളും അരിയും ശർക്കരയും ഒക്കെ കൊണ്ടുപോകണം. പിന്നെ ഞാൻ വേഗം ചുക്ക് വെള്ളം വെച്ചു കേട്ടോ. ചുക്ക് വെള്ളം ഒന്നാണ്ട് ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് കട്ടൻ ചായയാണ് വെക്കുന്നത്. മോൾക്ക് രാവിലെ ട്യൂഷൻ ഉണ്ടാകും കൊണ്ട് അവൾ നേരത്തെ പോയിട്ട് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവളവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൾ ഏട്ടനും കൂടെയാണ് പോണത്. അപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വെള്ളം ചൂടായപ്പോൾ അത് ജഗ്ഗിലേക്ക് ഒഴിച്ച് വെച്ചു. പിന്നെ അവൾക്ക് കുപ്പിയിലും കൂടി നിറച്ച് വെച്ചു കേട്ടോ. ചിലപ്പോൾ അത് ഞാൻ തിരക്കിൻ്റെ ഇടയിൽ മറന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവൾക്കുള്ള വെള്ളം കൂടി ആക്കി വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ചായക്ക് കടിയായിട്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. സേമിയം കൊണ്ടുള്ള ഉപ്പുമാവാണ്. അപ്പോൾ മോനൊന്നും സ്കൂളിൽ പോകണില്ല പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അവനൊന്നും കൊണ്ടുപോകണ്ടല്ലോ. അവനാണെങ്കിൽ പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കിയാലാണ് കേട്ടോ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ അവന് സ്കൂളിലേക്ക് പോകണില്ല പറഞ്ഞപ്പോൾ ഞാൻ വേഗം ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സേമിയം നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ കട്ടയായിരിക്കുമായിരുന്നു. അതൊന്ന് ഉടച്ചെടുത്തിട്ട് നെയ്യിലൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കണ പോലെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇല ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലിട്ടിട്ടൊന്ന് വാട്ടിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും എണ്ണയൊക്കെ തന്നെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാൻ കേട്ടോ. പിന്നെ മോള് ചായ കുടിച്ചിട്ട് അവൾ അമ്പലത്തേക്ക് പോകാൻ റെഡിയായപ്പോൾ ബാക്കി ഉണ്ടാകുന്ന ചായ ഞാൻ കുടിക്കുകയും ചെയ്തത്. പിന്നെ അത് അവർ പോവുകയാണ് കേട്ടോ. അവർ 6 മണിയൊക്കെ ആയപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഉപ്പുമാവ് റെഡിയാക്കാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയം കൂടി ഇട്ട് കൊടുത്ത് അങ്ങനെ സേമിയത്തിൻ്റെ ഉപ്പുമാവ് റെഡി ആയിട്ടു. അതാണെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് തീ കുറച്ച് വെച്ചാൽ വേഗം ആവുകയും ചെയ്യുമല്ലോ. പിന്നെ റവയാണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതാണ് ഞാൻ പിന്നെ സേമിയം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അത് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം പാല് കാച്ചുകയാണ്. അവർ അമ്പലത്തിൽ പോയി വരുമ്പോഴേക്ക് ചായയും റെഡി ആവണം. പിന്നെ മോൾക്ക് കൊണ്ടുപോകാനുള്ള ചോറും ഇതൊക്കെ സെറ്റാക്കി വെക്കണം കേട്ടോ. ഒക്കെ 7 മണിക്ക് ബസ് വരുമല്ലോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഒക്കെ റെഡിയാക്കി വെക്കണത്. ഞാൻ അവളൊക്കെ തുടച്ച് വൃത്തിയാക്കലും പിന്നെ പാത്രങ്ങൾ കഴുകാനുള്ളത് അപ്പം തന്നെ കൈയോടെ ഓരോന്ന് കഴുകി വയ്ക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സോയാബീനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇന്നലെ രാത്രി അതിനെ ഇടിച്ചക്ക ഉപ്പേരി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കഷ്ണം ഇടിച്ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അരിഞ്ഞ് വെച്ചു. പക്ഷേ അവൾക്കത് വേണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ സോയാബീൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അത് അരിഞ്ഞിട്ട് കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അവൾക്ക് ചെയ്യുന്നത്. അവൾക്കാണെങ്കിൽ അത് മാത്രം മതി കേട്ടോ ചോറിനാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ ഉരുളൻകിഴങ്ങ് ഉണ്ടായാലും മതി. പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നത് ഞാൻ ഇങ്ങനെ ഓരോ പണിയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പാത്രങ്ങൾ കഴുകി വയ്ക്കുന്നതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കുള്ള ചായ ഉപ്പുമാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ചോറ് വെന്തപ്പോൾ ഞാൻ അതും കൂടി ആക്കി വെച്ചു കേട്ടോ. പിന്നെ സോയാബീനും കൂടി ആക്കി കൊടുത്ത് അവൾക്കുള്ളത് റെഡിയായി. പിന്നെ അതാ അടിച്ചുവാരി തുടച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ. അപ്പോൾ ഞാൻ അതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വേഗം അടിച്ചുവാരി എല്ലായിടും തുടയ്ക്കും കൂടി ചെയ്തു കേട്ടോ. ഇനി വേഗം പോണത് നമ്മുടെ തറവാട്ടിൽ അമ്പലം ഉണ്ടല്ലോ. അപ്പോൾ അമ്പലത്തിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പിന്നെ ഞായറാഴ്ചയും ഞങ്ങൾ ലളിതാ സഹസ്രനാമം ചെല്ലും കേട്ടോ. അപ്പോൾ അത് ചെല്ലാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ ഇവിടുത്തെ ഏകദേശം ഒരുങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടത്തേക്ക് ഒരുങ്ങിയപ്പോൾ വാതിലൊക്കെ അടച്ചിട്ട് നേരെ തൊഴുകാൻ വേണ്ടി പോയി കേട്ടോ. പിന്നെ അമ്പലത്തിൽ പോയി തിരിച്ച് വന്നിട്ട് കുറച്ച് സാമ്പ്രാണിയൊക്കെ ഇട്ടിട്ട് വീടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒന്ന് പുകയ്ക്കായിരുന്നു. അപ്പോഴേക്കും മോൾ അമ്പലത്തിൽ പോയി തിരിച്ച് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അവൾക്കുള്ളതൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ബസ് കിട്ടിയില്ല. അപ്പോൾ ഏട്ടൻ കൊണ്ടുപോകാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അമ്പലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ റെഡിയാക്കുന്നത്. അരി കൊടുന്നത് ഞാൻ നാഴി അരിയും പിന്നെ കുറച്ചും കൂടി ഇല്ലേന്ന് അളന്ന് നോക്കി. പിന്നെ വിറകും പിന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ള പായസം വെക്കാനുള്ള പാത്രവും കയ്യിലും അരിയും ശർക്കരയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ സെഞ്ചിയിൽ നേരെ എടുത്തു വയ്ക്കായിരുന്നു. ബസ്സിനാണ് കേട്ടോ പോണത്. അപ്പോൾ നേരെ എടുത്തു വയ്ക്കുകയെന്ന്. ബസ്സിനാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരിക്കും. അതൊക്കെ എടുത്തു വെച്ചിട്ട് വേഗം ചായ കുടിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. കുറച്ച് ഉപ്പുമാവും പിന്നെ കുറച്ച് ചായ ഉണ്ടായിരുന്നു അതും എടുത്തു കേട്ടോ. പിന്നെ കുറച്ച് നെല്ലിക്കച്ചാറുണ്ടായിരുന്നു അതും എടുത്തിട്ട് ചായ കുടിച്ചു. ചായ കുടിക്കലായിട്ട് വേഗം പോയിട്ട് റെഡി ആയിട്ടോ.
റെഡി ആയിട്ട് ഇനി നമ്മൾ അമ്പലത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച ബസ് നമുക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ വേഗം നമ്മുടെ സെഞ്ചിയിൽ ഒന്നും കൂടി നോക്കിയിട്ട് എല്ലാതും ഇല്ലെന്ന്, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മൾ ഓരോന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായില്ലെന്ന് വിചാരിച്ചിട്ട് ബസ്സിനാണ് പോകുന്നത്. ബസ് അവിടെ വന്ന് നിന്നിട്ടുണ്ട്. എന്നിട്ടാണ് ഞങ്ങൾ വേഗം പോയത്. തറവാട്ടിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു, ഇവിടെയുള്ള മോളല്ലാത്ത എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരെ അമ്പലത്തിൽ പോയി. നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ചങ്ങോട്ട് നടക്കണം കേട്ടോ ബസ് ഇറങ്ങിയിട്ട്. പിന്നെ അത് അവിടെ ഒരു പുകമയായിരുന്നു. എല്ലാവരും പായസം വെക്കുകയാണ്. പിന്നെ പായസം വെച്ചിട്ട് ഒഴിഞ്ഞ അടുപ്പിൽ ഇങ്ങനെ ഓരോരുത്തർ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വേഗം ഒരു അടുപ്പ് കിട്ടി. അപ്പോൾ ഞാനതിൽ പായസമൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ അത് അവിടെ ഒരു തറ പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് പൂജിക്കുക. അപ്പോൾ നമ്മൾ ഭഗവതിക്ക് നേദിച്ച് പ്രാർത്ഥിച്ച് തൊഴുതു. അടുത്ത പ്രാവശ്യം ഇങ്ങനെ വരാൻ പറ്റട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ ഇതാക്കിയിട്ട്. അപ്പോൾ എൻ്റെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ തറവാട്ടിൽ നിന്ന് അമ്മയും പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ തൊഴുകാൻ വേണ്ടി പോകാൻ കേട്ടോ. പായസം വയ്ക്കൽ കഴിഞ്ഞിട്ടാണ് തൊഴുകാൻ പോകുക. അപ്പോൾ ഞങ്ങൾ സെഞ്ചിയും പായസമൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ അമ്പലത്തേക്ക്. അമ്പലത്തിലൊരു ഭാഗത്ത് പായസം വെച്ചിട്ട് പിന്നെ തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. പുകയിട്ട് കണ്ണെന്നൊക്കെ നല്ലപോലെ വെള്ളം വരുന്നത്, ജലദോഷം കൂടിയും പിടിച്ചു കേട്ടോ. പിന്നെ അത് അമ്പലത്തേക്ക് 2 അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ശിവൻ്റെ അമ്പലത്തേക്കാണ് പോകുന്നത്. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ കുളം വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വെള്ളം കുറച്ച് കുറവായിട്ടുണ്ട്. ഇതാണ് കേട്ടോ ശിവൻ്റെ അമ്പലം. അവിടെ പോയിട്ട് വേഗം തൊഴുത് പിന്നെ തിരിച്ച് വന്നു കേട്ടോ. തിരിച്ച് വന്നിട്ടാണ് പിന്നെ നമ്മൾ ഭഗവതിയിൽ അവിടെ പോയി തൊഴുകണത്. ഇതൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള ക്യൂ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. ഇവിടെ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. 10 മണിയൊക്കെ കുറേ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെയും പോയി തൊഴുതു. ഇവിടെയും പായസം വെക്കുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ ഇവിടെയും പായസം വെക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വെക്കുന്നത് അപ്പുറത്തൊരു വീടിൻ്റെ അവിടെയാണ് കേട്ടോ. അവിടെ ഒരുപാട് ആൾക്കാർ പായസം വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതും കഴിഞ്ഞിട്ട് ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞങ്ങൾ അപ്പം നോക്കുമ്പോൾ തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. തിരക്ക് ആ ഭാഗത്തായിരുന്നു. അപ്പോൾ അത് വെയിലായിട്ട് ഇങ്ങോട്ട് തിരിച്ചതാണ് കേട്ടോ. പിന്നെ നല്ല മോരുകറിയും അച്ചാറും ഉപ്പേരി ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കില്ലെങ്കിൽ പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. നല്ല വിലയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊന്ന് കണ്ടിട്ട് കുട്ടികൾക്ക് അവരെ കണ്ണ് പൊടിയിടാനും ഓരോ കമ്മലും വാങ്ങിക്കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോരുമ്പോൾ അത് നമ്മുടെ അടുത്തുള്ള കുറേ ആൾക്കാരെ കാണുമല്ലോ. പിന്നെ അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ